ഇനി ഈ ജാറ് മുഴുവൻ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മളുടെ ലെവൽ ഏതാണ്? ജാറിൻ്റെ ഏറ്റവും അടിഭാഗത്താണ്. കോൺഫിഡൻസ് തീരില്ല. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഹേ എവരിവൺ, ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എൻ്റെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഞാൻ നല്ല വെറീഡായിരുന്നു. നിങ്ങളും ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ അന്ന് ഫേസ് ചെയ്തത്. യെസ്, നോബഡി ടു ടോക്ക് വിത്ത്, നോബഡി ടു ടോക്ക് വിത്ത്, നോബഡി ടു പ്രാക്ടീസ്. ആരുമില്ല പ്രാക്ടീസ് ചെയ്യാനോ സംസാരിക്കാനോ. സംസാരിക്കാതെ എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയും? എങ്ങനെ സംസാരിച്ച് പരിശീലിക്കാൻ കഴിയും? ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും? സോ ഇന്നത്തെ വീഡിയോ ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇംഗ്ലീഷ് സംസാരിച്ച് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു സ്പീക്ക് വിത്ത് പീപ്പിൾ. ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ ആളുകളുമായിട്ട് സംസാരിക്കണം. ആളുകളായിട്ട് സംസാരിച്ച് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനൊരു കോൺഫിഡൻസ് വേണം. നേരെ പോയിട്ട് ഒരാളായിട്ട് സംസാരിക്കാൻ കഴിയുമോ? അതിനൊരു കോൺഫിഡൻസ് വേണ്ടേ? അതിന് കുറച്ച് അറിവും വേണ്ടേ? ഇംഗ്ലീഷ് നോളജും അതുപോലെ തന്നെ കോൺഫിഡൻസും വേണം. സോ ഹൗ വി ക്യാൻ ആക്ച്വലി സോൾവ് ദിസ് പ്രോബ്ലം? ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സോ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ജേണി തുടങ്ങിയ ടൈമിൽ, അതായത് ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഇംഗ്ലീഷിൽ ഭയങ്കര വീക്കായിരുന്നു. സെൽഫ് എസ്റ്റീം വളരെ ഡൗൺ ആയിരുന്നു. ബട്ട് ഐ പ്രാക്ടീസ്ഡ് വൺ തിങ്. The one technique that I practiced is nothing but self-emotional talk, self-talk. That is all I practiced before attending my first personal interview. ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള സ്കില്ല്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ദി ഫസ്റ്റ് വൺ ഈസ് വൺ ഓൺ വൺ കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരാളെ ഡയറക്റ്റായിട്ട് മുട്ടാനുള്ള ഒരു ചങ്കൂറ്റം, ഒരു ധൈര്യം, സംസാരിക്കാനുള്ള കഴിവ്, ഒരാളായിട്ട് വൺ ഓൺ വൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് പബ്ലിക് സ്പീക്കിംഗ്, ഒരു ഗ്രൂപ്പിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ്. സോ കോൺഫിഡൻസിൻ്റെ ഒരു ജാർ എടുത്ത് നോക്കാം നമുക്ക്. കോൺഫിഡൻസിൻ്റെ ഒരു ജാറ്, ഈ ജാറിൽ നമ്മുടെ കോൺഫിഡൻസ് ഏറ്റവും ലോയിലായിരിക്കാം മേ ബി റൈറ്റ് നൗ. ഇതിൻ്റെ ജാറിൻ്റെ പകുതി കോൺഫിഡൻസ് എടുക്കുക. ഈ പകുതി കോൺഫിഡൻസ് വേണം എന്തിന്? വൺ ഓൺ വൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ജാറ് മുഴുവൻ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ നമ്മളുടെ ലെവൽ ഏതാണ്? ജാറിൻ്റെ ഏറ്റവും അടിഭാഗത്താണ്. കോൺഫിഡൻസ് തീരില്ല. സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു, നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകളുമായിട്ട് സംസാരിക്കണം. ആളുകളായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് വേണം. ഈ ജാറിൻ്റെ പകുതി വരെ കോൺഫിഡൻസ് എത്തിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് വൈ വി നീഡ് ടു ഡു സെൽഫ് ടോക്ക്. വീണ്ടും രണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സിറ്റുവേഷൻ, നമ്മളൊരു ആളുകളായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് സെൽഫ് ടോക്കാണ്. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ സെൽഫ് ടോക്കാണ്. ഇവിടെ ആളുകളുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. സോ ഇതിനുള്ള കോൺഫിഡൻസ് ഓൾറെഡി നമുക്കില്ല. ഓക്കെ, പോട്ടെ, അവിടെ നിൽക്കട്ടെ. ബട്ട് ഇതിന് ഒട്ടും കോൺഫിഡൻസ് വേണമെന്നില്ല. സോ വി ക്യാൻ ആക്ച്വലി സ്പീക്ക് ഫ്ലുവൻ്റ്ലി വിത്ത് അവർ സെൽഫ്. നമ്മളുമായിട്ട് നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്ത ടെക്നിക്കാണ്. എൻ്റെ കോൺഫിഡൻസ് ഈ ജാറിൻ്റെ പകുതി എത്തിക്കാൻ വേണ്ടിയിട്ട്, അറ്റ്ലീസ്റ്റ് ഒന്ന് അപ്പിയർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടെക്നിക്കാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. സെൽഫ് ടോക്ക് എടുത്താൽ ഇത് റിലയബിളാണ്. നമുക്ക് ഏറ്റവും റിലയബിളായിട്ടുള്ള ഒരു റിസോഴ്സാണ് നമ്മൾ തന്നെ, അവർ സെൽഫ്. ഇവിടെ വേറൊരാളെ റിലേ ചെയ്യാൻ നോക്കിയാൽ അവർ റിലയബിൾ ആവില്ല. മറ്റൊരാളെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളെ തന്നെ എപ്പോഴും കിട്ടും. അതായത് നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ പറ്റും ഏത് ടൈമിലാണെന്നുണ്ടെങ്കിലും. രണ്ടാമത്തത്, ഇയാൾ നമ്മളെ ജഡ്ജ് ചെയ്യും, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യില്ല. വി ആർ കംഫർട്ടബിൾ. ഇവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ല തുടക്കത്തിൽ. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ ശേഷമല്ല. ആ കോൺഫിഡൻസ്, ഈ ജാറിൻ്റെ പകുതി കോൺഫിഡൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഭയങ്കര കംഫർട്ടബിളാണ്. ഇവിടെ കംഫർട്ടബിളേ അല്ല. ഇനി ഇവിടെ മിസ്റ്റേക്കുകളെ പറ്റിയിട്ട് ബോദർ ചെയ്യേണ്ടി വരും നമ്മൾ ഒരുപാട്. പക്ഷേ ഇവിടെ നമ്മളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈവൻ ഇഫ് വി ആർ മേക്കിംഗ് എ ടൺ ഓഫ് മിസ്റ്റേക്സ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. മിസ്റ്റേക്കുകളെ പറ്റിയിട്ട് വെറി ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആകെ വേണ്ടത് ഒരു സെൽഫ് ടോക്കിംഗ് ഹാബിറ്റാണ്. ഒരു സെൽഫ് ടോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ലോ ലെവൽ കോൺഫിഡൻസിൽ നിന്ന് ഒരു ആളായിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും.
ഐ എം സേയിങ് ദിസ് വൺ ബിക്കോസ് ഐ ട്രൈഡ് ദിസ് വൺ. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് വർക്കായിട്ടുണ്ട്. സോ ദാറ്റ് ഐ ആം ടെല്ലിങ് യു ദിസ് വൺ. ഓക്കെ, സോ ഇനി സെൽഫ് ടോക്ക് ചെയ്യാം. ഇത് റിലയബിൾ ആണ്, ഇത് കംഫർട്ടബിൾ ആണ്, മിസ്റ്റേക്കിനെ പറ്റിയിട്ടൊന്നും ബേജാറാവേണ്ട കാര്യമില്ല. ബട്ട് ഹൗ വി ക്യാൻ ആക്ച്വലി ഡു ദിസ് വൺ? ഈ സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യാനും ഒരു ഹാബിറ്റ് ആക്കാനുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സെൽഫ് ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെയാണ്. അതായത് ഞാനിപ്പോൾ സെൽഫ് ടോക്ക് ചെയ്യാൻ പോവാണ്. സെൽഫ് ടോക്ക് ചെയ്യുമ്പോൾ ഇത് ഡെമോ കൂടി ഉണ്ടോ. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് പെൻ, ഐ എം ഓപ്പണിങ് ദിസ് പെൻ, ഐ ഓപ്പൺ ദിസ് പെൻ, ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് വൺ, വാട്ട് ആർ വി ആർ ഡൂയിങ്. നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. സോ ഐ എം ഗോയിങ് ടു സ്റ്റാൻഡ് ഫ്രം ദിസ്, ഐ എം ഗോയിങ് ടു സ്റ്റാൻഡ് അപ്പ് ഫ്രം ദിസ് ചെയർ, ഐ എം ഗോയിങ് ടു റിലാക്സ് ഹിയർ, ഐ എം ഗോയിങ് ടു speak in front of a camera. Let me just look at there. What is over there? So I have a light here and the door is open. So let me just try to um, remind my brother. Let me go and have some food. I'm going to have some food. So നമ്മളുടെ ആക്ഷൻ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഒരു 4 ടെക്നിക്കാണ് പറയുന്നത്. ഇതിലെ ആദ്യത്തേത് ഏറ്റവും ഈസിയാണ്, ഏറ്റവും ആക്ഷനബിളാണ്. നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞാൽ മതി, ചിന്തിക്കാനൊന്നുമില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് അതിങ്ങനെ പറയാം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളുടെ നാവ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിന് ഒരു 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 കണ്ടീഷൻ ഉള്ളത്, നമ്മൾ ഒറ്റക്കായിരിക്കുമ്പോൾ മാത്രം നമുക്കിത് ചെയ്യാൻ പറ്റുക. കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോൾ നമുക്കിത് ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ പറ്റും, പക്ഷേ അവർ കാണുമ്പോൾ ഒരു അരോചകം തോന്നും, എന്താ പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്നുള്ള ചിന്ത. ബട്ട് 4 ടെക്നിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് നമ്മളുടെ ആക്ഷൻ ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു ക്ലോസ് ദിസ് പെർട്ടിക്കുലർ പെൻ ആൻഡ് ദി പെൻ ഹാസ് 2 പാർട്സ്, ദി top, the bottom, and this is a good looking pen. Just right now I'm looking right at the pen, and I'm going to throw this one. Okay, so this is how we need to speak. We need to start self talk. ഇനി രണ്ടാമത്തത് ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ പറയാം. There is a tripod over there, there is a mobile phone here, and this is a book over here, and the book's title is The 7 Habits of Highly Effective People, and it is a really good book, and I have a key here, and the key looks interesting, right? So നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മളിപ്പോൾ കാറിൽ ഡ്രൈവ് ചെയ്ത് പോവാണ്, നമ്മൾ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മൂവിങ് ടി വിയാണ് നമ്മളുടെ കാറിലുള്ള യാത്ര എന്ന് പറയുന്നത്. ഒരുപാട് വീടുകൾ കാണും, റോഡ് കാണും, മരങ്ങൾ കാണും, ആളുകളെ കാണും. അപ്പോൾ അതൊക്കെ ഓക്കെ, ഐ ക്യാൻ സീ എ പേഴ്സൺ there, ഐ ക്യാൻ സീ എ ബിഗ് ട്രീ there, ദിസ് ട്രീ is really beautiful, and I can see a house there. The house, the color of the house is white. ഇങ്ങനെ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് സെൽഫ് ടോക്കിൻ്റെ സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് ആക്ഷൻസ് കൺവേർട്ട് ചെയ്യുക, രണ്ടാമത്തെ നമ്മൾ കാണുന്ന ഒബ്ജക്റ്റും കാര്യങ്ങളെല്ലാം കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മൂന്നാമത്തത് നമ്മളുടെ തോട്ട്സ് കൺവേർട്ട് ചെയ്യുക. അതായത് തോട്ട്സ് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് അടിപൊളിയാണ്. നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് ഇനാക്റ്റീവ് പാസീവ് ടൈം ഉണ്ടാവും. നമ്മൾ സാധാരണ എല്ലാവരും പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൂടെ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അതിന് പകരം വി ക്യാൻ ഡു സെൽഫ് ടോക്കിംഗ്, വി ക്യാൻ പ്രാക്ടീസ് സെൽഫ് ടോക്ക്. അവിടെ സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് നമ്മളുടെ തോട്ട്സ് കൺവേർട്ട് ചെയ്യുക. തോട്ട്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ വാരിയസ് തോട്ട്, നമ്മളുടെ ഒരുപാട് ചിന്തകൾ നമുക്ക് ഇങ്ങനെ വരുമല്ലോ, അതെല്ലാം ചിന്തിക്കുന്നതിൻ്റെ കൂടെ നമ്മളത് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുക. വി ക്യാൻ ആക്ച്വലി സ്പീക്ക് ഔട്ട് ലൗഡ്. നമ്മളുടെ ചിന്തകളെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദിസ് ഈസ് ദ തേർഡ് ടെക്നിക്, തോട്ട് കൺവേർഷൻ. ഫസ്റ്റ് വൺ, വി നീഡ് ടു കൺവേർട്ട് അവർ ആക്ഷൻ. സെക്കൻഡ് വൺ, വി നീഡ് ടു കൺവേർട്ട് വാട്ട് വി ആർ സീയിങ് ലൈവ്. ദി തേർഡ് വൺ ഈസ് ആക്ച്വലി വി ക്യാൻ കൺവേർട്ട് അവർ തോട്ട്സ്. നമ്മളുടെ തോട്ട്സ് കൺവേർട്ട് ചെയ്യാം. ഇനി നാലാമത്തത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ. ഇപ്പോൾ ഈ തോട്ട്സ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലും ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആദ്യം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്തത് ഓൺലി സെൽഫ് ഇൻട്രൊഡക്ഷൻ.
ഞാനിപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമാജിൻ ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഞാൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ, സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഷുഡ് ഐ ഹയർ യു? സോ വൈ ഷുഡ് ഐ ഹയർ യു? വാട്ട് ഇസ് ദ ആൻസർ? ഐ സെൽഫ് ടോക്ക്. ഞാൻ സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്? ദെൻ അബൌട്ട് മൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഐ സെൽഫ് ടോക്ക്. ഞാൻ സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ സെൽഫ് ടോക്ക് ചെയ്തിട്ടാണ് ഒരു ഇൻ്റർവ്യൂവറിനെ മീറ്റ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ കുറച്ച് സബ്ജക്റ്റുകൾ പറയാം. ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ. രണ്ടാമത്തത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ പറയാം. നിങ്ങളൊന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. നോ ഇഷ്യൂസ്, യു നോ ഓൾറെഡി വാട്ട് ആർ ഓൾ തിങ്സ് യു ആർ ഡൂയിങ് എവറി സിംഗിൾ ഡേ. ആൻഡ് തേർഡ് വൺ ഈസ് ഇന്നലെ നടന്ന കാര്യങ്ങൾ, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, പിന്നെ അബൌട്ട് എവറിത്തിങ്. നിങ്ങൾക്കൊരു പബ്ലിക് സ്പീച്ച് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വരാൻ പോവുകയാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇമാജിൻ ചെയ്യാം, എന്നിട്ട് അത് സെൽഫ് ടോക്ക് ചെയ്യാം, ആൻസർ സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നിങ്ങൾക്കൊരു പബ്ലിക് സ്പീച്ച് വരാൻ പോവുകയാണ്, അതിൻ്റെ കോണ്ടൻറ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ മെയിൻ പോയിൻ്റ് ഓർത്ത് വെച്ചിട്ട് അത് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കാം. സോ ഈ നാലാമത്തതിൽ നിങ്ങൾക്കൊരു സ്ട്രക്ചർ തരികയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അതായത് കുറച്ച് ടോപ്പിക്കുകൾ ഞങ്ങൾക്ക് കിട്ടുകയാണ്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ മെയിൻ പ്രോബ്ലം നമുക്കൊരു ആളെ മീറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇനഫ് ടൈം ഇതിങ്ങനെ നമ്മളോട് തന്നെ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അവസാനം ഓക്കെ ലെറ്റ് മീ ട്രൈ ടു സ്പീക്ക് ദി സെയിം തിങ് ടു പീപ്പിൾ, ആൾക്കാരായിട്ടും സംസാരിച്ച് നോക്കട്ടെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അങ്ങനെ വന്നിക്കണ് എന്നുണ്ടെങ്കിൽ യു ഓൾറെഡി റീച്ച് ദി മിഡിൽ ലെവൽ ഓഫ് കോൺഫിഡൻസ്. ഈ ജാറിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഏകദേശം മിഡിലെത്തിയിട്ടുണ്ട്. ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഐ തിങ്ക് യു ഗോട്ട് ദി ഐഡിയ. ഇനി നിങ്ങൾക്ക് സംസാരിച്ച് പരിശീലിക്കാൻ ആളെ കിട്ടിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. കാരണം യു ക്യാൻ റിലൈ on yourself. You can rely on yourself and you are very reliable. നിങ്ങൾക്ക് വളരെ റിലയബിളാണ്, എപ്പോഴും അവൈലബിളാണ്, നോ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്പീക്കിംഗ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ നാവി ലാംഗ്വേജ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉപയോഗിക്കണം. എവറി സിംഗിൾ ഡേ ഉപയോഗിച്ച് നാവിനൊരു വഴക്കം വരും. അങ്ങനെ വഴക്കം വരുത്താനുള്ള പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഏറ്റവും ബെസ്റ്റ് ടൂളാണ് സെൽഫ് ടോക്ക്. ഇതിൻ്റെ കൂടെ കുറേ എക്സസൈസും കാര്യങ്ങളുണ്ട്. ബട്ട് യു സ്റ്റാർട്ട് ഫ്രം സെൽഫ് ടോക്കിൽ തുടങ്ങും. ഇപ്പോൾ ഇംഗ്ലീഷ് ലേണേഴ്സ്, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. ഒരാളെ വെയിറ്റ് ചെയ്ത് എന്നാൽ ആ ഒരാളായിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ, അതില്ലതാനും. എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും, ഗ്രാമർ കുറേ വായിച്ച് പഠിക്കും, എന്നിട്ട് അത് കണക്ട് ചെയ്യാൻ നോക്കും, കണക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കോൺഫിഡൻസ് ഡൗൺ ആവും, എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിൽ ഇങ്ങനെ കാലം കഴിച്ചു കൂട്ടും. എന്നിട്ട് മീനിങ് ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റാതെ നിശ്ചിത ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുമായിട്ട് മാത്രം കണക്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. സോ അങ്ങനെ ചെയ്യരുത്. വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ആക്ച്വലി പ്രാക്ടീസ് ദി സെൽഫ് ടോക്ക് and you can build the confidence. By the way, I'm Hashim. I'm an English trainer. We are building a community. ഒരു സ്ട്രോങ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ പെയ്ഡ് കമ്മ്യൂണിറ്റി. ഒരു ചെറിയ പേയ്മെൻ്റ് ആണ്, അത് എല്ലാവർക്കും അഫോർഡബിൾ ആക്കാനും വേണ്ടിയിട്ടാണ്. പേയ്മെൻറ്റ് കൊടുത്തത് ഒരു വാല്യൂ കൊടുക്കാനും, പേയ്മെൻറ്റ് വളരെ കുറഞ്ഞൊരു പേയ്മെൻ്റ് ആക്കിയത് എല്ലാവർക്കും അഫോർഡബിൾ ആവാനും വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇഫ് യു ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു സ്പീക്ക് വിത്ത് പീപ്പിൾ, ആളുകളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് കമ്മ്യൂണിറ്റി ഔട്ട്. ആൻഡ് ദി കമ്മ്യൂണിറ്റി നെയിം ഈസ് ഇൻഫ്ലുവൻസി. ദി ഷോർട്ട് ഫോം ഈസ് ഫ്ലുവൻസി. ഇൻഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് അതേഴ്സ് വിത്ത് ദി ചേഞ്ച് ഇൻ യുവർ ഫ്ലുവൻസി. നിങ്ങളുടെ ഫ്ലുവൻസിയിലുള്ള ചേഞ്ച് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അത്രയും വലിയ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവണം. That is the idea, and we are building this strong English speaking community. And start right here. There is a link down in the comment box. You click this link and you request and we will contact you. Okay, all the best.